Dear students, in today's video, we are going to compare AVR with microcontrollers of different manufacturers. AVR microcontrollerനെ different manufacturers-ന്റെ microcontrollers-ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. AVR മൈക്രോകൺട്രോളറിനെ മറ്റു മൈക്രോകൺട്രോളേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സെയിം ഫീച്ചേഴ്സ് തന്നെയുള്ള ഡിഫറെൻറ്റ് മൈക്രോ കൺട്രോളേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ AVR എന്ന് പറയുന്നത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മൈക്രോ കൺട്രോളറാണ്. ഇറ്റ് ഇസ് സെയിം ഫീച്ചേഴ്സ് തന്നെയുള്ള ബാക്കി ഏത് മൈക്രോ കൺട്രോളറുമായിട്ട് കമ്പയർ ചെയ്താലും AVR ആയിരിക്കും ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോ കൺട്രോളർ. ദാറ്റ് ഈസ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ്, കോസ്റ്റ് വളരെ കുറവായിട്ടുള്ള മൈക്രോ കൺട്രോളർ AVR ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മെറിറ്റ് എന്ന് പറയുന്നത്. ദെൻ പിന്നെയുള്ള ഒരു മേജർ മെറിറ്റ് എന്ന് പറയുന്നത് AVRന് മറ്റു മൈക്രോ കൺട്രോളേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ AVRന് പവർ കൺസംഷൻ വളരെ കുറവാണ്. അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ മൈക്രോ കൺട്രോളേഴ്സിനെയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എംബെഡഡ് സിസ്റ്റത്തിലാണ്. അപ്പോൾ എംബെഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് പവർ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നതല്ല. ഏതൊരു ചെറിയ സിസ്റ്റം ആയാലും ചിലപ്പോൾ ഒരു ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ പവർ കൺസംഷൻ ഏറ്റവും കുറവുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ AVRന് ആ ഒരു പ്രത്യേകതയുണ്ട്. ദറ്റ് ഈസ് മറ്റ് മൈക്രോ കൺട്രോളേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പവർ കൺസംഷൻ ഏറ്റവും കുറവ് AVRനാണ്. ദറ്റ് ഈസ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് AVRന് ഡിഫറെൻറ്റ് പവർ സേവിങ് മോഡിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ വേറൊരു മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ ഇവിടെ ഈ ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ട് AVRനെ കമ്പയർ ചെയ്യാനായിട്ട് ഇവിടെ രണ്ട് മൈക്രോ കൺട്രോളേഴ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇൻ്റലിൻ്റെ 8051 അതുപോലെ തന്നെ മൈക്രോ ചിപ്പിൻ്റെ പിക് മൈക്രോ കൺട്രോളർ. വേൾഡിൽ ഒരുപാട് മൈക്രോ കൺട്രോളർ മാനുഫാക്ചറേഴ്സ് ഉണ്ടായിരുന്നു. കുറച്ച് കമ്പനീസിൻ്റെ പേര് ഞാൻ പറയാം. അൾട്ടറ, അനലോഗ് ഡിവൈസസ്, ഫ്രീ സ്കെയിൽ, ദെൻ മൈക്രോചിപ്പ്, നാഷണൽ സെമി കണ്ടക്ടർ, ഇൻ്റൽ, അറ്റ്മെൽ, ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റ് മൈക്രോ കൺട്രോളർ. ഇങ്ങനെ ഒരുപാട് മൈക്രോ കൺട്രോളർ കമ്പനീസ് ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്തുള്ള പല കമ്പനീസും മെർജ് ചെയ്തു. ദാറ്റ് ഈസ് പല കമ്പനികളും വേറെ കമ്പനീസൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെന്ന് പറയുന്നത് അൾട്ടറ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കമ്പനി 2015 ഇൻ്റൽ കോർപ്പറേഷൻ വാങ്ങി. ഫ്രീ സ്കെയിൽ 2015 NXP എന്ന് പറയുന്ന കമ്പനി വാങ്ങി. ദെൻ നാഷണൽ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന കമ്പനി ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റ്സ് 2011 വാങ്ങി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിക്കുന്ന അറ്റ്മെലിൻ്റെ AVR ദാറ്റ് ഇസ് അറ്റ്മെൽ കമ്പനിയെയും മൈക്രോ ചിപ്പ് 2016 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അറ്റ്മെൽ അറിയപ്പെടുന്നത് മൈക്രോ ചിപ്പ് അറ്റ്മെൽ എന്നാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് മൈക്രോ കൺട്രോളർ മാനുഫാക്ചറിങ് കമ്പനീസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് 3 കമ്പനീസാണ്. ദാറ്റ് ഈസ് അറ്റ്മെൽ, ദെൻ അതുപോലെ തന്നെ മൈക്രോ ചിപ്പ്, ദെൻ ഇൻ്റൽ. ഇവിടെ കമ്പയർ ചെയ്യുന്ന ഫീച്ചേഴ്സ്, കുറച്ച് ഫീച്ചേഴ്സ് മാത്രമാണ് ഞാനിവിടെ കമ്പാരിസൺ എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്ന ഫീച്ചേഴ്സ് സ്പീഡ്, മെമ്മറി, ആർക്കിടെക്ചർ, ADC, ടൈമേഴ്സ്, PWM ചാനൽസ്. ഫസ്റ്റ് ഫീച്ചർ നമുക്ക് നോക്കാം, സ്പീഡ് AVRനെ 8051 പിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഫാസ്റ്ററായിട്ട് പെർഫോം ചെയ്യുന്നത് AVR ആണ്. ഈ പിക് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് സ്പീഡ് ഒരു മോഡറേറ്റ് ലെവലാണ്. ഏറ്റവും സ്പീഡ് കുറവ് ഈ 3 മൈക്രോ കൺട്രോളറിൽ 8051 മൈക്രോ കൺട്രോളറിനാണ്. എന്നാലും നമ്മൾ പിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ AVR എന്ന് പറയുന്നത് 4 times ഫാസ്റ്ററാണ്. പിക്കിനേക്കാളും 4 മടങ്ങ് സ്പീഡ് കൂടുതലാണ് AVRന്. അടുത്ത നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്ന ഫീച്ചർ എന്ന് പറയുന്നത് മെമ്മറിയാണ്, ഇൻബിൽറ്റ് മെമ്മറിയാണ്. 8051 മൈക്രോ കൺട്രോളറിന് സ്മോൾ മെമ്മറിയാണ്. നമ്മൾ പഠിച്ചതാണ് 128 bytes ഓഫ് റാമും 4 kilobytes ഓഫ് റോമും ആണുള്ളതെന്ന്. ബട്ട് പിക്കിനും AVRൻ്റെയും ഇന്റേണൽ മെമ്മറിയുടെ സൈസ് ലാർജ് ആണ് കമ്പയർഡ് ടു 8051. ദെൻ ആർക്കിടെക്ചർ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 8051 മൈക്രോ കൺട്രോളറിന്റെ ആർക്കിടെക്ചർ സിസ്ക് ആർക്കിടെക്ചർ ആണ്. ദാറ്റ് ഇസ് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ്. ബട്ട് പിക്കിന്റെയും AVRൻ്റെയും റിസ്ക് ആർക്കിടെക്ചർ ആണ്. ദാറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ് ആണ്. ഇത് ഈ സിസ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച ആർക്കിടെക്ചർ എന്ന് പറയുന്നത് റിസ്ക് ആണ്. നമുക്ക് സിസ്കും റിസ്കും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി മനസ്സിലാവും. ദെൻ ഇൻബിൽറ്റ് ADC ദാറ്റ് ഈസ് അൺലോഡ് ഡിജിറ്റൽ കൺവേർട്ടർ ICയിൽ തന്നെ പ്രസന്റ് ആണോ എന്നുള്ളത് 8051 മൈക്രോ കൺട്രോളറിൽ പ്രസന്റ് അല്ല. നമുക്ക് എന്താണ് എക്സ്റ്റേണൽ ആയിട്ട് ADC ചിപ്പ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്റർഫേസിങ് വേണം. അത് നമ്മൾ പഠിച്ചാണ് ഇന്റർഫേസിങ് ഒക്കെ. ബട്ട് പിക്കിനും AVRനും ഈ ചിപ്പിനകത്ത് തന്നെ A to D കൺവേർട്ടർ ഉണ്ട്. സോ നമുക്കൊരു അനലോഗ് സിസ്റ്റത്തെ ഡയറക്റ്റ് ആയിട്ട് മൈക്രോ കൺട്രോളറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് തന്നെ അതിനെ കൺവേർട്ട് ചെയ്തെടുത്തോളൂ. അതുപോലെ തന്നെ ടൈമേഴ്സ് എല്ലാ മൈക്രോ കൺട്രോളേഴ്സിലും ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 8051 ടൈമേഴ്സ് ഒക്കെ പഠിച്ചതാണ്.
ഇനി നമ്മൾ AVRന്റെ ടൈമേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ദെൻ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് PWM ചാനലാണ്. ഈ PWM ചാനൽ എന്ന് പറയുന്ന ആ ഒരു ഫെസിലിറ്റി, ദാറ്റ് ഇസ് ആ ഒരു ഫീച്ചർ 8051 മൈക്രോ കൺട്രോളറിന് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളത് പഠിച്ചിട്ടില്ല. പക്ഷേ പിക് മൈക്രോ കൺട്രോളറിനും AVRനും ഇൻബിൾട്ട് PWM ചാനലുണ്ട്. നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ PWM ഫീച്ചർ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. പിന്നെ AVR മൈക്രോ കൺട്രോളറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് AVR മൈക്രോ കൺട്രോളർ എക്സിക്യൂട്ട്സ് മോസ്റ്റ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻസ് ഇൻ സിംഗിൾ എക്സിക്യൂഷൻ സൈക്കിൾ. ഒരു സിംഗിൾ എക്സിക്യൂഷൻ സൈക്കിളിൽ തന്നെ മിക്ക ഇൻസ്ട്രക്ഷൻസും കംപ്ലീറ്റ് ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി AVR മൈക്രോ കൺട്രോളർ ഉണ്ട്. അതാണ് AVRന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എംബഡഡ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് സെനാരിയോയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് AVR മൈക്രോ കൺട്രോളറാണ്. നമ്മൾ ഈ ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓർഡിനോയ്ക്കകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് AVR മൈക്രോ കൺട്രോളറാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഇവിടെ പവർ സേവിങ് ഉണ്ട്. ദാറ്റ് ഈസ് ലെസ് പവർ കൺസംഷനേ ഉള്ളൂ. അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവാണ്, ഈ ഫാസ്റ്ററാണ്. ഈ ഒരു ബെനിഫിറ്റ് ഒക്കെ കൊണ്ടാണ് AVRനെ ഏറ്റവും കൂടുതലായിട്ട് എംബഡഡ് സിസ്റ്റത്തിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ AVR മൈക്രോ കൺട്രോളറിനെ ഡിഫറെൻറ്റ് മൈക്രോ കൺട്രോളേഴ്സുമായിട്ട് ഫീച്ചർ വൈസ് ഒന്ന് കമ്പയർ ചെയ്തു. ഇനി നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമ്മൾ AVRനെ മാത്രം ഫോക്കസ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് AVR മൈക്രോ കൺട്രോളറിൻ്റെ ആർക്കിടെക്ചറാണ്. ദാറ്റ് ഈസ് നമ്മൾ AVR ആണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഡീപ്പായിട്ട് പഠിക്കുന്നത് AVRന്റെ ഒരു മൈക്രോ കൺട്രോളറാണ്, ദാറ്റ് ഈസ് ATmega 32. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ATmega 32ൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലനേഷൻ പഠിക്കാം. താങ്ക് യു.